Hi everyone, welcome to Disha Academy. എൻ്റെ പേര് ഐശ്വര്യ. സോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ് RRB ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ എക്സാമിൻ്റെ സിലബസും അതുപോലെ തന്നെ പാറ്റേണും. ഇക്കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എക്സാമിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം, അതിനുശേഷം പാറ്റേണിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ സിലബസ് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അറിയണത് ഈ എക്സാം എത്ര ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാം ബേസിക്കലി നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു നോർമൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് CBT അല്ലെങ്കിൽ CBT 1 എന്നാണ്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ്. ഈ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വരുന്ന വീഡിയോയുടെ ബാക്കിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ജനറലി അറിയാം, നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക CBT 1 ആണ്. CBT 1 നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അവർ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് തീരുമാനിക്കും. ആ കട്ട് ഓഫ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് CBT 2യിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റും. CBT 2യിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞ് ചില പോസ്റ്റുകൾക്ക് നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് അതിനും ശേഷം നിങ്ങൾ എത്തുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുന്നു. അതും ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ. അപ്പോൾ ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ റെയിൽവേയുടെ RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് CBT 1 ആൻഡ് CBT 2വിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ CBT 1ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, CBT 2യിലേക്ക് എത്തണം. CBT 2 കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ റാങ്കിലേക്ക് എത്തണം. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് CBT 1ൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ തന്നെ പാർട്ടാണ്. ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ തന്നെ അതുപോലെ എടുത്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും കറക്റ്റായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. സോ CBT 1ൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, CBT 1 ഇസ് ഓൺലി ഫോർ സ്ക്രീനിങ്. ഓക്കെ, സ്ക്രീനിങ്ങിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ടെസ്റ്റാണ് CBT 1 എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു എക്സാമിന് ഇപ്പോൾ ഒരു 20 ലക്ഷം പേര് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. ഈ 20 ലക്ഷം പേര് കുറേ ആൾക്കാർ പഠിക്കാതെ റാൻഡമായിട്ടൊക്കെ ALP ഉണ്ടെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. അങ്ങനെ റാൻഡമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാത്തവർ, അങ്ങനെയുള്ളവരെ എല്ലാവരെയും എലിമിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് CBT 1 നടത്തുന്നത്. സോ ഇതൊരു സ്ക്രീനിങ് എക്സാം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് എലിജിബിൾ കാൻഡിഡേറ്റ്സ്. എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ, നമ്മുടെ CBT 2 എഴുതാൻ വേണ്ടിയിട്ട്. CBT 2 എഴുതാൻ വേണ്ടിയിട്ടുള്ള എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന വെറും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് CBT 1. അപ്പോൾ നിങ്ങൾ CBT 1 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT 2 എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ റാങ്കിലേക്ക് CBT 1ൻ്റെ സ്കോർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ CBT 1ന് നിങ്ങൾക്ക് കട്ട് ഓഫ് 50 മാർക്കാണെന്ന് വിചാരിക്കും. ഞാൻ ചുമ്മാ പറയുകയാണ്, 50 മാർക്കാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ CBT 1 നടക്കാൻ പോകുന്നത് 75 മാർക്കിനാണ്. നിങ്ങൾക്ക് 51 മാർക്ക് കിട്ടിയാലും 75 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ഒരേ പ്രിഫറൻസ് തന്നെയാണ് CBT 2വിൽ കിട്ടുക. പക്ഷേ നിങ്ങൾ മിനിമം ഈ 50 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സെക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ CBT 1ൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സമയമാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ആണ്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് CBT 1 എക്സാം ഉണ്ടാവുക. മൊത്തം 75 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 1 മണിക്കൂർ എക്സാം ആണ്, 75 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ
മാർക്ക് എന്ന് പറയുന്നത് 75 മാർക്കായിരിക്കും. 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് എക്സാം. ഈ 60 മിനിറ്റ് എക്സാമിന് മൊത്തം 75 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് 75 മാർക്കിനാണ് CBT 1 നടക്കുക. അത്രയും ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. CBT 1-ന് നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ 1/3 മാർക്ക്, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള മാർക്കിൽ നിന്നും 1/3 മാർക്ക് എന്ത് ചെയ്യും? കുറയ്ക്കും. അതായത് ലൈക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്, അപ്പോൾ കുറയ്ക്കുന്നത് എത്രയായിരിക്കും? 1/3 മാർക്ക് ഓരോ നെഗറ്റീവ് ആൻസറിനും കുറച്ചുകൊണ്ടിരിക്കും. മൊത്തം മാർക്കിൽ നിന്നല്ല 1/3 കുറയ്ക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴും 1/3 മാർക്ക് അതിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 × 1/3 മാർക്ക് പോകും. അതായത് 1 മാർക്ക് നിങ്ങൾക്ക് കുറയും. 3 ക്വസ്റ്റ്യൻ തെറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടമാകും. ഈ രീതിയിലായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് പോവുക. ഇനി നമുക്കറിയാം റെയിൽവേ എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന, ഒരുപാട് ഘട്ടങ്ങളായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. പലപ്പോഴും ഒറ്റ ഷിഫ്റ്റിൽ, പ്രത്യേകിച്ച് CBT 1 നമുക്ക് തീർക്കാനേ പറ്റാറില്ല. അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും CBT 1 നടക്കുക. അപ്പോൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടിയിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് CBT 1-ൽ നോർമലൈസേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നോർമലൈസേഷൻ ഓഫ് മാർക്ക് വിൽ ബി ഡൺ ഫോർ CBTs ഹെൽഡ് ഇൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ്. മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിൽ എക്സാം നടക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്കുകൾക്ക് എന്തുണ്ടായിരിക്കും? നോർമലൈസേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് CBT 1-നെ പറ്റിയിട്ട് അറിയേണ്ടത്. എന്തൊക്കെയാണ്? 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് എക്സാം. 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 75 മാർക്കിനാണ് എക്സാം. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് വരിക. അതായത് 3 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് നെഗറ്റീവ് മാർക്കിംഗ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനി CBT 2-ലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്കുള്ളത് 2 പാർട്ടുകളായിട്ടുള്ള ഒരു എക്സാമാണ്. CBT 2-ലേക്ക് പോകുന്ന സമയത്ത് 2 പാർട്ടുകളായിട്ടാണ് നമ്മൾക്ക് എക്സാം നടക്കുക. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ, പാർട്ട് ബി എന്ന് പറയുന്ന 2 പാർട്ടുകളായിട്ടാണ് CBT 2 എക്സാം നടക്കുക. മൊത്തം 2.5 മണിക്കൂർ 175 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കും. 2.5 മണിക്കൂർ എക്സാമാണ്, 175 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ CBT 2-ൻ്റെ കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം? CBT 1-ൻ്റെ സിലബസ് നോക്കാം. CBT 1-ൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ CBT 1-ന് നമുക്ക് മെയിനായിട്ട് 4 സബ്ജക്റ്റുകളാണ് വരിക. നമുക്കറിയാം റെയിൽവേ എക്സാംസിന് ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ച് ബാക്കായിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് റെയിൽവേ എക്സാംസ് തന്നെയാണ്. കാരണം ഇംഗ്ലീഷ് നമുക്കിവിടെ വരുന്നില്ല. പിന്നെ നമുക്കുള്ളത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതായത് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ് റൂള്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, HCF LCM, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ടുകൾ, ഏജ് കാൽക്കുലേഷൻ, കാലണ്ടർ, ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം. ഇങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാ ഗവൺമെൻറ് എക്സാമുകൾക്കും ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് വരിക. ഇനി മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ റീസണിങ് എന്ന് പറയും അല്ലേ, മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയും. അവിടെ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനലോഗീസ് വരും, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻസ്, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, അസംഷൻസ്. ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് മെയിനായിട്ട് മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ജനറൽ സയൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബയോളജി ആണ്. എല്ലാം തന്നെ 10th സ്റ്റാൻഡേർഡ് ലെവൽ വരെ, 10ാം ക്ലാസ്സിലെ ബുക്കിൽ ഉള്ള കാര്യങ്ങൾ വരെ നിങ്ങളോട് ചോദിക്കും. 10th സ്റ്റാൻഡേർഡ് ലെവൽ വരെയാണ് ജനറൽ സയൻസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി ജനറൽ അവയർനെസ് വരുന്ന സമയത്ത് അവിടെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരും, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ബാക്കി ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഉണ്ടോ അതൊക്കെ. അതായത് ബേസിക്കലി നിങ്ങൾക്ക് വരാൻ പോകുന്നത്
പൊളിറ്റി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവാം, ജോഗ്രഫി ഉണ്ടാവാം, അതുപോലെ തന്നെ സ്റ്റാറ്റിക് GK ഉണ്ടാവാം, അതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സും ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ജനറൽ അവയർനെസ്സിൽ നിന്നും വരാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള കാര്യങ്ങൾ. ജനറൽ അവയർനെസ്സിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത്. ഇനി നിങ്ങൾക്ക് CBT 1 പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ CBT 1 വേണ്ടിയിട്ട് ദിശ അക്കാഡമിയുടെ ഒരു കോഴ്സ് ഉണ്ട്. പുതിയ കോഴ്സ് നമ്മൾ ഈ വരുന്ന April 23 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ സിലബസും നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ നമ്പേഴ്സിലേക്ക് വിളിക്കാം. 8075753676 എന്ന നമ്പറിലേക്കോ അതല്ലെങ്കിൽ 7012615062 എന്നുള്ള നമ്പറിലേക്കോ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഡെയിലി 2 hour 3 hour ക്ലാസ്സുകളൊക്കെ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ലോങ് അവേഴ്സ് ക്ലാസ് തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് തരാനും ഒക്കെ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും എക്സാം വരെ. ഇനി അതല്ല നിങ്ങൾ യൂട്യൂബ് ക്ലാസ് ഒക്കെ നോക്കി പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ അവൈലബിലിറ്റീസ് അനുസരിച്ച് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അറിയാലോ ഒരു ആഴ്ചയിൽ മാക്സിമം 1-2 ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറൊക്കെ ദൈർഘ്യമുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. നിങ്ങൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് CBT 2 പോവാം. CBT 2 കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, 2 പാർട്ടുകളാണെന്ന് പറഞ്ഞു. പാർട്ട് എയും പാർട്ട് ബിയും മൊത്തം 2.5 മണിക്കൂർ എക്സാം ആണെന്ന് പറഞ്ഞു. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 175 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി പാർട്ട് എ എന്ന് പറയുന്നത് 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള ഒരു എക്സാമാണ്. മൊത്തം ഇവിടെ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പാർട്ട് എ എന്ന് പറയുന്നത് 90 മിനിറ്റുള്ള എക്സാമാണ്. അവിടെ നിങ്ങൾക്ക് മൊത്തം 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇനി പാർട്ട് ബി എന്ന് പറയുമ്പോൾ 1 മണിക്കൂറാണ് എക്സാം അല്ലെങ്കിൽ 60 മിനിറ്റാണ് എക്സാം. അവിടെ നിങ്ങൾക്കുള്ളത് 75 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് 175 ക്വസ്റ്റ്യൻസ് 2.5 മണിക്കൂർ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ അറിയേണ്ട കാര്യം, എഗെയിൻ ഇവിടെയും എന്തുണ്ട്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓരോ റോങ് ആൻസറിനും നിങ്ങൾക്ക് 1/3 ഓഫ് മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം പല ഷിഫ്റ്റുകളിലായിട്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസേഷനും ഉണ്ടായിരിക്കും. പല ഷിഫ്റ്റുകളിലായിട്ട് നടക്കുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് നോർമലൈസേഷൻസും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയാം. ഇനി പാർട്ട് എയുടെയും ബിയുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന പാർട്ടാണ്. പാർട്ട് ബി എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണ്. ഓക്കെ, അതായത് only the marks scored in part A shall be counted for shortlisting candidates for further stage of this recruitment process. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? പാർട്ട് എയുടെ മാർക്കിലാണ് വെച്ചിട്ടാണ്. പാർട്ട് എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പാർട്ടാണ്. ഈ പാർട്ടിലെ മാർക്ക് വെച്ചിട്ടാണ്, പാർട്ട് എയുടെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് പാർട്ട് എയുടെ മാർക്ക് വെച്ചിട്ടാണ്. ഇനി അപ്പോൾ പാർട്ട് ബിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ട് ബിയിൽ നിങ്ങൾ പഠിച്ച ട്രേഡിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് മിനിമം 35% മാർക്ക് നിങ്ങൾ ഇവിടെ വാങ്ങിയിരിക്കണം. പാർട്ട് ബിയിൽ മിനിമം 35% മാർക്ക് നിങ്ങൾ വാങ്ങണം. അത് കമ്പൽസറി ആണ്. അപ്പോൾ എക്സാം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ പാർട്ട് ബിയിൽ 35% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ചെയ്യൂ. ഇപ്പോൾ 30% ആണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യില്ല. പാർട്ട് എയിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യില്ല. അപ്പോൾ പാർട്ട് ബിയിൽ മിനിമം 35% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇനി പാർട്ട് എ ഇവിടെ 35% മാർക്ക് ഉണ്ടെങ്കിൽ
പാർട്ട് എയുടെ മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടും. പാർട്ട് എയുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടും. ഓക്കെ, കൺഫ്യൂഷൻ ആയില്ലല്ലോ? നമ്മൾ എന്ത് പറഞ്ഞു? 2 പാർട്ടുകളാണ്. പാർട്ട് എയുടെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ പാർട്ട് ബിക്ക് ഒരു പാസ് മാർക്ക് ഉണ്ട്, ഒരു ക്വാളിഫയിങ് മാർക്ക് ഉണ്ട്. അത് 35%. അത്രയും മാർക്ക് മിനിമം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. 35% താഴെയാണ് നിങ്ങളുടെ മാർക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല? ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആൻഡ് ഈ 35% എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേറെ കാറ്റഗറി വൈസ് റിലാക്സേഷനോ അങ്ങനെയൊന്നുമില്ല. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും പാർട്ട് ബിക്ക് ഈ 35% മാർക്ക് നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി പാർട്ട് എയുടെ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മാത്സ് ഉണ്ട്. നേരത്തെ നോക്കിയതുപോലെ തന്നെ മാത്സ് ഉണ്ട്. മാത്സിനകത്തും നമുക്ക് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ടേമിലുള്ള അതേ സിലബസ് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി റീസണിങ് നോക്കിയാലും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നോക്കിയാലും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഏകദേശം അതേ ടോപ്പിക്കുകൾ തന്നെയാണ് റീസണിങ്ങിനും ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിനകത്ത് ബേസിക് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് അല്ലേ? പാർട്ട് 1-ന് വേണ്ടിയിട്ട് പഠിച്ചതാണ്, അല്ലെങ്കിൽ CBT 1-ന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. ഇതിനകത്ത് കുറച്ച് എഞ്ചിനീയറിംഗ് ടോപ്പിക്സും കൂടെ എക്സ്ട്രാ വരും. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതായത് പ്രൊജക്ഷൻസ്, വ്യൂസ്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ലൈൻസ്, ജോമെട്രിക് ഫിഗേഴ്സ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് ഇവിടെ CBT 1-ൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മാസ്, വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി, വർക്ക്, പവർ ആൻഡ് എനർജി, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ബേസിക് ഇലക്ട്രിസിറ്റി, ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെക്കാനിക്സ്, ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, IT ലിറ്ററസി തുടങ്ങിയ ടോപ്പിക്കുകളാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് കീഴിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾ CBT 1-ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ CBT 2-ഉം ഏകദേശം തന്നെ നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന പാർട്ട് എ എന്ന് പറയുന്നത് ഏകദേശം CBT 1-ഉം CBT 2-ഉം ഒരുപോലെയാണ്. അപ്പോൾ CBT 1-ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ അത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് CBT 2-നും നിങ്ങൾക്ക് ആ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. CBT 2-ലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ പാർട്ട് ബിയും കൂടെ ഉണ്ടായിരിക്കും. CBT 2-ലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ പാർട്ട് ബിയും കൂടെ ഉണ്ട്. എഗെയിൻ നമ്മൾ പറഞ്ഞു ഈ പാർട്ട് ബി എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? മിനിമം 35% മാർക്ക് നേടിയിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാറ്റഗറി ഓർ കമ്മ്യൂണിറ്റി. കാറ്റഗറിയും കമ്മ്യൂണിറ്റിയും അനുസരിച്ച് ഇവിടെ എന്തു ചെയ്യുന്നില്ല? കട്ട് ഓഫ് കുറച്ചൊന്നും കൊടുക്കുന്നില്ല. എല്ലാവരും മിനിമം 35% മാർക്കെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇനി പാർട്ട് ബിയിൽ നിങ്ങളോട് എന്താണ് ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് തന്നെയാണ് പാർട്ട് ബിയിൽ ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് വിത്ത് ITI അല്ലെങ്കിൽ ട്രേഡ് അപ്രന്റീസ്ഷിപ്പ് qualification will be required to appear in the section having questions from their trade. ITI അല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ ട്രേഡ് ഏതാണോ അതിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക? എക്സാം ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ഏതാണോ അത് തന്നെയായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡുകൾ ഏതൊക്കെയാണെന്നും കൂടെ നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ട്രേഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാർട്ട് ബിക്കുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, വയർമാൻ, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക് എന്ന് തുടങ്ങിയ പോസ്റ്റുകളാണ്. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അടുത്തത്
ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങോ അതിൻ്റെ വേരിയസ് സ്ട്രീംസിൻ്റെ കോമ്പിനേഷൻസോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക് റേഡിയോ ടി വി തുടങ്ങിയ ഏരിയയിൽ നിന്നായിരിക്കും പാർട്ട് ബി ഉണ്ടാവുക. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ട്രാക്ഷൻ മെക്കാനിക് ഡീസൽ, ടർണർ, മെക്കാനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, ഹീറ്റ് എഞ്ചിൻ, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക് തുടങ്ങിയ ഏരിയകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ട്രാക്ടർ മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് തുടങ്ങിയ ഏരിയകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രീം ഏതാണോ, നിങ്ങൾ ITIയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്ട്രീം ഏതാണോ അത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട് ബി ചൂസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാനും വേണ്ടിയിട്ട്. നോർമലി CBT 1 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് CBT 2 അത്യാവശ്യം സമയം കിട്ടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സമയം കിട്ടാറുണ്ട്. അപ്പോൾ CBT 1 വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ, നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ബേസിക് സാലറി ഒരു 20,000 അടുപ്പിച്ച് വന്നാലും റണ്ണിങ് ലെവൽസ് ഒക്കെ വരുമ്പോൾ ഏകദേശം ഇൻഹാൻസ് സാലറി 80,000 മുതൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവസരം വിട്ട് കളയാതിരിക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. CBT 1 സമയത്ത് തന്നെ CBT 2 പാർട്ട് എക്കും കൂടെ വേണ്ടി പഠിക്കുക. അതിനുശേഷമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളുടെ ട്രേഡ് പഠിച്ചിട്ട് അവിടെ ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്, 35% മാർക്ക് വാങ്ങിച്ചാൽ മതി, അത് നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. ഹാപ്പി ലേണിംഗ്. ബൈ.